എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അഗ്നിശലഭങ്ങൾ എന്ന ഈ ക്യാമ്പസ് പ്രണയ കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 2. ചതിയുടെ കെണികൾ. ഹോസ്റ്റൽ മുറിയിലെ ജനാലക്കൽ കണ്ട ആ നിഴൽ മീരയുടെ ശ്വാസം നിലപ്പിച്ചു. മിന്നൽ പിണരുകൾ ആകാശത്തെ കീറിമുറിക്കുമ്പോൾ ആ നിഴൽ കൂടുതൽ വ്യക്തമായി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ജനാലക്കലേക്കടുത്തു. അവളുടെ ഹൃദയമിടിപ്പ് ഒരു ചെണ്ടമേളം പോലെ അവളുടെ കാതുകളിൽ തന്നെ മുഴങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അടുത്ത മിന്നലിൽ അവൾ കണ്ടു. അത് കാറ്റിലാടുന്ന ഒരു മരക്കൊമ്പും അതിൽ തങ്ങി നിൽക്കുന്ന ഒരു കറുത്ത തുണിയുമാണ്. ഒരു വലിയ ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ചു. പക്ഷേ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. ആ കത്ത് അവൾ വീണ്ടും എടുത്തു നോക്കി. നാളത്തെ സൂര്യോദയം നീ കാണില്ല അഭി. ആ വാക്കുകൾ വെറുമൊരു ഭീഷണിയല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അഭിമന്യുവിനെ പോലെ ഒരാൾക്ക് ഈ ഹോസ്റ്റലിലെ ഏതു മുറിയിലും കയറാൻ അധികാരമുണ്ടെന്ന് അവൾക്കറിയാം. രാത്രി മുഴുവൻ അവൾ ഉറങ്ങിയില്ല. ഹോസ്റ്റലിലെ പഴയ ഫാനിന്റെ കറകറ ശബ്ദവും ഇടനാഴിയിലൂടെ പോകുന്ന വാർഡന്റെ കാലൊച്ചയും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. മീരയുടെ മനസ്സ് പഴയ കാലത്തേക്ക് പോയി. അച്ഛൻ തന്റെ പഴയ സൈക്കിളിൽ അവളെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന കാലം. പേടിക്കരുത് മോളെ, സത്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ ദൈവം നിന്നെ കാക്കും. പണമുള്ളവർക്ക് നിന്റെ വസ്ത്രത്തെ കളിയാക്കാം, പക്ഷേ നിന്റെ അറിവിനെ അവർക്ക് തൊടാൻ കഴിയില്ല. അച്ഛന്റെ ആ തഴമ്പിച്ച കൈകൾ ഓർക്കുമ്പോൾ മീരയുടെ ഉള്ളിൽ ഭയത്തിന് പകരം ഒരു കനലെരിയാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ക്യാമ്പസിലേക്ക് നടക്കുമ്പോൾ മീരയുടെ കണ്ണുകൾ തളർന്നിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ക്യാമ്പസ് ഗേറ്റിൽ എത്തിയപ്പോൾ തന്നെ അന്തരീക്ഷം മാറിയത് അവൾ ശ്രദ്ധിച്ചു. കുട്ടികൾ കൂട്ടം കൂടി നിന്ന് അവളെ നോക്കി അടക്കം പറയുന്നു. ചിലർ പരിഹസിച്ചു ചിരിക്കുന്നു, മറ്റു ചിലർ സഹതാപത്തോടെ നോക്കുന്നു. മീര തന്റെ ബാഗ് മുറുക്കി പിടിച്ച് മുന്നോട്ട് നടന്നു. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് മുന്നിലെ വലിയ പടികളിൽ അഭിമന്യുവും അവന്റെ ഗ്യാങ്ങും ഇരിപ്പുണ്ടായിരുന്നു. ഒരു സിംഹക്കൂട്ടത്തിന് മുന്നിലേക്ക് നടന്നു ചെല്ലുന്ന ഇരയെപ്പോലെ മീര അവർക്ക് മുന്നിലെത്തി. നമ്മുടെ ഹീറോയിൻ വന്നല്ലോ. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ മീരെ? അതോ സ്വപ്നത്തിൽ യമരാജനെ കണ്ടോ? വിക്രം എഴുന്നേറ്റ് നിന്ന് പരിഹസിച്ചു. റോണിയും സാൻഡിയും പൊട്ടിച്ചിരിച്ചു. അഭിമന്യു മാത്രം ഒന്നും മിണ്ടാതെ തന്റെ കയ്യിലെ കോഫി കപ്പിലേക്ക് നോക്കിയിരുന്നു. അവൻ പതുക്കെ കണ്ണട മാറ്റി അവളെ നോക്കി. ആ നോട്ടത്തിൽ ഒരു വേട്ടക്കാരന്റെ നിശബ്ദതയുണ്ടായിരുന്നു. അഭി, ഇവൾക്ക് നമ്മൾ ഇന്നലെ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? സാൻഡി തന്റെ ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചു. അഭി പതുക്കെ എഴുന്നേറ്റു മീരയുടെ അടുത്തേക്ക് വന്നു. ഈ കോളേജിൽ വരണമെങ്കിൽ ചില നിയമങ്ങളുണ്ട് മീരെ. നീ ഇന്നലെ കാണിച്ച തന്റെ ഇടത്തിന് ഒരു വലിയ പ്രായശ്ചിത്തം വേണം. അവൻ കൈകൊട്ടിയപ്പോൾ നൂറുകണക്കിന് കുട്ടികൾ അവിടെ തടിച്ചുകൂടി. ഇന്നെല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ അച്ഛൻ ഒരു പിച്ചക്കാരനാണെന്നും നീ ഈ കോളേജിൽ വന്നത് സൗജന്യം വാങ്ങാനാണെന്നും മൈക്കിലൂടെ വിളിച്ചു പറയണം. നീ കരയണം. നിന്റെ ആ ഹുങ്ക് തകരുന്നത് എനിക്ക് കാണണം. നീ കരയുന്നത് കണ്ടാലേ എനിക്ക് ഉറക്കം വരൂ. മീരയുടെ ഉള്ളിൽ അഗ്നി പടർന്നു. എന്റെ അച്ഛൻ പിച്ചക്കാരനല്ല, അദ്ദേഹം ഒരു കർഷകനാണ്. നിന്റെ പണത്തേക്കാൾ അന്തസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം. നിന്റെ ഈ വൃത്തികെട്ട കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല അഭിമന്യു. അഭിയുടെ മുഖം ചുവന്നു. അങ്ങനെയാണോ? സാൻഡി, പ്ലേറ്റ്. ക്യാമ്പസിലെ വലിയ LED സ്ക്രീനിൽ പെട്ടെന്ന് ഒരു വീഡിയോ തെളിഞ്ഞു. മീരയുടെ വീടിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. അവളുടെ അച്ഛൻ മുഷിഞ്ഞ തുണി ധരിച്ച് മണ്ണിൽ പണിയെടുക്കുന്നതും ഫീസിനുള്ള പണം കണ്ടെത്താൻ ഒരാളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും ആരോ രഹസ്യമായി എടുത്ത വീഡിയോ ആയിരുന്നു അത്. ക്യാമ്പസ് മുഴുവൻ വലിയ ചിരി ഉയർന്നു. മീര തകർന്നുപോയി. തന്റെ അച്ഛന്റെ ദാരിദ്ര്യം ഇത്രയധികം ആളുകളുടെ മുന്നിൽ പരിഹാസമായത് അവൾക്ക് സഹിക്കാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ സ്ക്രീനിലേക്ക് നോക്കി നിന്നു. കണ്ടോ, ഇതാണ് നിന്റെ സത്യാവസ്ഥ. വലിയ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാ കരയുന്നത്? വിക്രം പുച്ഛിച്ചു. അഭിമന്യു അവളുടെ അടുത്തേക്ക് നടന്നുവന്ന് അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ മീരെ? ഇനിയുമുണ്ട്. നിന്റെ അച്ഛന്റെ കടം വീട്ടാൻ ഞാൻ സഹായിക്കാം. പകരം നീ എന്റെ ഷൂ തുടച്ചു തരണം. മീരയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ അവിടെ നിന്ന് ഓട്ടി. മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അവൾ ക്യാമ്പസിലെ ഒരു പഴയ മരച്ചുവട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അച്ഛനെ ഓർത്ത് അവൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് തോന്നി. പെട്ടെന്നാരോ അവളുടെ തോളിൽ കൈവച്ചു. മീര ഞെട്ടി തലയുയർത്തി നോക്കി. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. സൗമ്യമായ മുഖം, പക്ഷെ കണ്ണുകളിൽ ഒരു നിഗൂഢത. കരയരുത് മീര. അഭിമന്യുവിന് വേണ്ടത് നിന്റെ ഈ കണ്ണീരാണ്. നീ കരഞ്ഞാൽ അവൻ ജയിക്കും. നിങ്ങൾ ആരാണ്? മീര ചോദിച്ചു. എന്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ അഭിയുടെ കൂടെ ഉണ്ടാകാം, പക്ഷേ അവന്റെ പ്രവൃത്തികളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിനക്ക് നിന്റെ അച്ഛനെ സ്നേഹമുണ്ടെങ്കിൽ നീ തിരിച്ചുപോയി പൊരുതണം. നിന്റെ പഠിപ്പിലൂടെ വേണം നീ അവർക്ക് മറുപടി നൽകാൻ. ഓർക്കുക, നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ മീരയ്ക്ക് പുതിയൊരു കരുത്ത് നൽകി. അവൾ കണ്ണുകൾ തുടച്ചു. അവളുടെ ഉള്ളിൽ ആ പഴയ അഗ്നി വീണ്ടും ജ്വലിച്ചു. അവൾ എഴുന്നേറ്റു. നീ പറഞ്ഞത് ശരിയാ. എന്റെ കണ്ണീർ കാണാൻ അവർക്ക് ഞാൻ ഇനി അവസരം നൽകില്ല.
അഭിമന്യുവിനെ ഞാൻ പാഠം പഠിപ്പിക്കും. ദൂരെ നിന്ന് അഭിമന്യു ഇവരെ നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മീരയെ സഹായിക്കുന്നത് കണ്ടപ്പോൾ അഭിയുടെ ഉള്ളിൽ ആദ്യമായി ഒരു പുതിയ വികാരം ഉടലെടുത്തു. അസൂയ. തന്റെ ഉറ്റ സുഹൃത്തു പോലും തന്നെ ധിക്കരിക്കുന്നു എന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ ക്രൂരനാക്കി. അഭിമന്യുവിന്റെ ഈ ക്രൂരത മീരയെ തകർക്കുമോ, അതോ അവൾ ഒരു അഗ്നിശലഭത്തെ പോലെ ഉയിർത്തെഴുന്നേൽക്കുമോ? സിദ്ധാർത്ഥ് മീരയുടെ രക്ഷകനാകുമോ, അതോ മറ്റൊരു കെണിയാണോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.